ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും രാത്രിക്കത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ചട്ടിനി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നല്ല എല്ലാവർക്കും കൂട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 5-6 ചെറിയ ഉള്ളി, അതിലേക്ക് 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പുളി, ഒരിത്തിരി പുളി കേട്ടോ, പുളീൻ്റെ പൾപ്പായാലും മതി. പിന്നെ അതിലേക്ക് എരിവുള്ളൊരു മുളക് പൊടി, എരിവുള്ള ഒരല്ല ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഞാനിത് കടുക് വറുത്തിട്ടൊന്നുമില്ല, ഇത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട്, അതായത് നന്നായിട്ട് വെളിച്ചെണ്ണ തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ആ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാവും കേട്ടോ. നമ്മൾ ഉള്ളിയും മുളകൊക്കെ എണ്ണയിൽ വഴറ്റി ഉണ്ടാക്കുന്ന പോലെയുള്ള ചമ്മന്തിയല്ല ഇത് ഇങ്ങനെ അരച്ചിട്ട് അതിലേക്ക് തിളച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ അതിന് വേറെ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പല രീതിയിൽ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാമല്ലോ അല്ലേ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും മുളകും പുളിയിട്ട് വഴറ്റിയിട്ട് അങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കുന്നവരുണ്ടല്ലോ. പക്ഷേ എനിക്കിങ്ങനെ അരച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 3 ഇഡ്ഡലിയും ഉള്ളിച്ചമ്മന്തി, മധുരമില്ലാത്ത പാൽച്ചായ. അങ്ങനെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ പൂന്തോട്ടത്തിലെ പുതിയ കുറച്ച് പൂക്കളുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഇത് അമ്മ നട്ട ചെടികളാണ് കേട്ടോ. അമ്മയുടെ ഫേവറേറ്റ് ചെടിയാണ് കേട്ടോ ഇത്. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചെടിയുടെ പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല. ഇത് പല കളറുണ്ട്. ലാവണ്ടർ കളറുണ്ട്, വയലറ്റ് കളറുണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, റോസ് ഉണ്ട്. ഇത് ശരിക്കും മതിലിലും നമ്മുടെ വേലിയിലൊക്കെ പടരുന്ന വള്ളിച്ചെടിയാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു മതിലിലൂടെ അങ്ങനെ പടർത്തിയെടുക്കാനാണ് കേട്ടോ. ഇത് ഞാൻ നട്ട ചെടിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചെടി. ഇതിൻ്റെ കളർ കണ്ടോ, നല്ല രസമുള്ള കളറല്ലേ. ഇത് ശരിക്കൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. ഇത് നമ്മൾ മതിലൊക്കെ പടർത്തിയിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. പിന്നെ ഈ വേനൽക്കാലത്ത് നമ്മൾ ചെടികൾ വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല വെള്ളം വേണം. ഒരിത്തിരി വെള്ളം കിട്ടാതിരുന്നാൽ ഇവർ പെട്ടെന്ന് വാടിപ്പോവും. ഈ വള്ളിച്ചെടീൻ്റെ കൂട്ടത്തിൽ ഇതാ ഒരു കുഞ്ഞു സുന്ദരി പൂവിനെ കണ്ടോ. അധികം ഉയരമൊന്നുമില്ലാത്തൊരു കുഞ്ഞു ചെടി. പൂന്തോട്ടത്തിലെ പുതിയ ചെടികളൊക്കെ കണ്ടല്ലോ. ഇനി ഞങ്ങളെ അടുക്കള മുറ്റത്ത് ഒരു കുഞ്ഞു അടുക്കളത്തോട്ടം ഉണ്ട് കേട്ടോ. അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, അധികം മുളകാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണെന്ന് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കുഞ്ഞു കൃഷി കാണിച്ചു തരാമല്ലോ. ഞങ്ങളുടെ കുഞ്ഞു കൃഷി റെഡ് ലേഡി പപ്പായ. ഇത് അങ്ങാടി മുളക്, അമ്മേൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങാടി പച്ചമുളക്. അതായത് മാവേലി സ്റ്റോറിൽ നിന്ന് മുളക് വാങ്ങിയപ്പോൾ അതിൻ്റെ വിത്തെടുത്ത് ഞാൻ നട്ടത്. നട്ടതിൻ്റെ തൈയായപ്പോൾ അമ്മ ഗ്രോ ബാഗിൽ നട്ടതാട്ടതൊക്കെ കണ്ടോ. മുളക് കൃഷി വിജയിക്കൂല എന്നെല്ലാവരും പറയും. പക്ഷേ നമ്മൾ മെനക്കെട്ട് നോക്കുകയാണെങ്കിൽ എന്തും ഉണ്ടാകും. ഇതാ കണ്ടോ, ഈ എരിവില്ലാത്ത മുളകാണ്. എരിവില്ലാത്ത മുളക്. ഇതിൻ്റെ ഇലമലൊക്കെ ഞാനിതാ പുകയില കഷായം തളിച്ചതാണ് കേട്ടോ. പുകയിലയും ബാർ സോപ്പും കൂടി. കുഞ്ഞു മുളക്, ഉണ്ടമുളക് നിറയെ ഉണ്ടായിരുന്നു കണ്ടോ. എരിവുള്ള മുളക് ഇവിടെ ഉണ്ട്. ഈ കുഞ്ഞു തയ്യമ്മലൊക്കെ മുളകുണ്ടായിരുന്നു. നിറയെ മുളക് കണ്ടോ. ഇതൊക്കെ നിറയെ വെള്ളരീൻ്റെ തൈ. വെള്ളരി വിത്ത് പാകി. ഇത് കാന്താരീൻ്റെ തൈയാട്ടോ, കാന്താരി മുളകിൻ്റെ. ഇത് റെഡ് ലേഡി പപ്പായയാണ് തോന്നുന്നു.
ഇതാ കാന്താരിൻ്റെ മരം, നിറയെ മുളക് തൈയുണ്ട്, നിറയെ പൂവുണ്ട്. എൻ്റെ കുറ്റിപ്പയറിൻ്റെ കൃഷി കണ്ടോ? കുറ്റിപ്പയറെന്ന് പറഞ്ഞാലും ഇത് പടർന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വിളവെടുപ്പ്. മുളക് ടെണ്ടടേ, കുഞ്ഞു മുളകും കുഞ്ഞു പയറും. ഇതാണ് ഞങ്ങളുടെ മുളക്. അമ്മേൻ്റെ ഭാഷ പറഞ്ഞാൽ അങ്ങാടി പച്ചമുളക്, എരിവില്ലാത്ത മുളക്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അങ്ങാടി പച്ചമുളകും എൻ്റെ കുറ്റിപ്പയറും വിളവെടുക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു പേരിക്കുള്ള പയറുണ്ട്, ഒരു 5-6 പയറുണ്ട്. പിന്നെ മുളക് ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ നല്ല മൂത്തത് നോക്കിയിട്ടേ പറിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് കുറ്റിപ്പയറാണെങ്കിലും അത്യാവശ്യം കുറച്ചൊരു വലിപ്പമുണ്ട്. എനിക്ക് തോന്നുന്നത് നാടൻ പയറാണ്. കുറ്റിപ്പയർ ഇത്രയും വലിപ്പം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിത്താണ് കേട്ടോ. പിന്നെ ഹൈബ്രിഡ് വിത്തുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ അത് നട്ടിട്ടില്ല. പയർ കുറച്ച് കിട്ടി. പിന്നെ ഈ പയർ ചെടിമേൽ നിറയെ പുളിയൻ ഉറുമ്പുണ്ട്. പക്ഷേ ഞങ്ങൾ രാസവളമൊന്നും ഉപയോഗിക്കാത്തതിനോണ്ടേ പുകയില കഷായം തളിച്ചു കൊടുക്കും. പിന്നെ കഞ്ഞിവെള്ളത്തിൽ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ഒരാഴ്ച വയ്ക്കും. എന്നിട്ട് ആ വെള്ളം കൂടി തളിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കീടബാധ തടയുന്നത്. പിന്നെ ഈ ഭാഗത്ത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് പയർ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇനി മീറ്റർ പയർ നടാനുണ്ട്. പിന്നെ ചീരയാണ് എൻ്റെ ഫേവറേറ്റ്, പയർ ചീര. ഇനി ചീരയും കൂടെ ഞാൻ വിത്ത് നട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം ഉണ്ടായിട്ട് വേണം. തൈ അത്യാവശ്യം നന്നായിട്ട് കരുത്തോടു കൂടി വളരുന്ന തൈ നോക്കിയിട്ട് അതെടുത്തിട്ട് ഗ്രോ ബാഗിൽ നടണം. അങ്ങനെയാണ് ഞാൻ ഈ മുളക് ചെടിയൊക്കെ നല്ല കരുത്തോടു കൂടി വളരുന്ന തൈകളുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് അമ്മ പറിച്ചെടുത്തിട്ട് ഞാൻ ഗ്രോ ബാഗ് ഇങ്ങനെ നിറച്ച് വെച്ചിരുന്നു കേട്ടോ. അതിലങ്ങനെ അമ്മ നട്ടതാണ്. പിന്നെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, ആടിൻ്റെ വളം ഇട്ട് കൊടുക്കും, പിന്നെ പച്ചക്കറി വേസ്റ്റ്, പിന്നെ കഞ്ഞിവെള്ളം, അങ്ങനെ നമ്മൾ നാടൻ വളങ്ങൾ ചേർത്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. ഇനി നമുക്ക് മുളക് ഇറക്കാം കേട്ടോ. ഈ തക്കാളി ചെടി ഇതിലൊക്കെ ചീര വിത്ത് പാകിയാണ് കേട്ടോ. നമുക്ക് മുളക് വിളവെടുക്കാം. അയ്യോ, നീലക്കടമ്പുകൾ തോറും താരകപ്പൂകളായിരുന്നു. നേരത്തെ കടിച്ച മുളക് എടുക്കാം നമുക്ക്. അയ്യോ, പച്ചമുളക് നല്ല മൂത്ത മുളക് പറിച്ചെടുക്കാം നമുക്ക്. ഉണ്ടമുളക് ഒന്ന് പറിക്കാം അല്ലേ. ഉണ്ടമുളക് എരിവുണ്ടാവും. ഉണ്ടമുളക് 2 പറിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതാ കുനുകുനേ ഉണ്ടാകുന്നുണ്ട്. എന്താ മുളക്. ഇതാണ് എൻ്റെ കുഞ്ഞു വിളവെടുപ്പ്. ഒരു പെരിക്കുള്ള കുറച്ച് പയറും 2-3 കറികൾക്കുള്ള പച്ചമുളകും റെഡി. അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു, അടുക്കളയിലെത്തിയിട്ടോ. അടുക്കളയിൽ ഇന്ന് എന്താ പണിയെന്ന് വെച്ചാൽ നല്ല കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതായത് കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തത്. അതായത് നമ്മുടെ ചിരട്ടക്കൈലില്ലേ, അതിൻ്റെ കൈ കൊണ്ടാണ് കപ്പ ഉടയ്ക്കുന്നത്.
നല്ല കപ്പയായിരുന്നു. അതൊന്ന് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചിട്ട് അതിലേക്ക് നാളികേരവും പച്ചമുളകും ചതച്ചെടുത്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കടുക് വറുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല മത്തിക്കറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അല്ലേ, ബിരിയാണിയൊക്കെ തോറ്റു പോകൂലേ. നമ്മൾ ഉരുളിയിലൊക്കെ ചട്ടുകട്ട് ഇളക്കൂലേ, അതുപോലെയാണ് ഈ ചിരട്ടക്കയിലിൻ്റെ കൈ കൊണ്ട് ഈ കപ്പയിലിട്ട് ഇളക്കണത് കേട്ടോ. ഇത് ഇളക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ചതച്ചെടുത്ത അരപ്പില്ലേ, അത് എല്ലായിടത്തും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നല്ല കപ്പ പുഴുക്കോടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ നല്ല മത്തിക്കറി. ഇനി നമുക്ക് പെട്ടെന്നൊരു മാങ്ങാച്ചാറ് ഉണ്ടാക്കാം കേട്ടോ. ഈ സദ്യക്കൊക്കെ കണ്ടിട്ടില്ലേ, തലേ ദിവസം പെട്ടെന്നൊരു മാങ്ങ കുനുകുനേ അരിഞ്ഞിട്ടൊരു കടുക് വറുക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ആ മാങ്ങാച്ചാറ് ഒരുപാട് ദിവസമൊന്നും നിൽക്കില്ല, വേഗം കേടുവരും. എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള. അപ്പോൾ മീൻ വെക്കാൻ കൊണ്ടുവന്ന മാങ്ങ കേട്ടോ, അതൊന്ന് 2 എണ്ണം പിസ്ക്കി എടുത്തിട്ട് ഞാൻ കുനുകുനേ അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 1.5 സ്പൂണ്, പിന്നെ പാകത്തിന് ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ കടുക് വറുക്കാൻ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതിലേക്ക് മസാല പുരട്ടിയ ഈ മാങ്ങ ഇട്ട് കൊടുത്തു. ഇങ്ങനെ മാങ്ങച്ചാറ് റെഡി. ഇത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടുവരൊന്നുമില്ല കേട്ടോ. പുറത്ത് നമ്മൾ സാധാരണ മാങ്ങാച്ചാറ് ഇട്ട് വെക്കുന്ന പോലെ വെച്ചാൽ ചിലപ്പോൾ പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറല്ലേ. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ചോറ്, പിന്നെ കപ്പ ഉടച്ചത്, പിന്നെ കഷ്ണം മീൻ മാങ്ങയും തേങ്ങയിട്ട് അരച്ച് വെച്ച കറിയാണ് കേട്ടോ. പിന്നെ മത്തി ഡ്രൈ ആയിട്ട് വറ്റിച്ചെടുത്ത കറിയുണ്ട്, പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഞാൻ തമിഴ് ഭാഷയിലൊന്ന് പറഞ്ഞ് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. കാരണം തമിഴ് ഭാഷ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, തമിഴ് പാട്ടും എനിക്കിഷ്ടമാണ്, പിന്നെ തമിഴ്നാടും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ തമിഴ് ഭാഷ കൊഞ്ചം കൊഞ്ചം എനിക്ക് തിരിയും. ഞാൻ തമിഴ് ഭാഷ പഠിക്കുന്നൊരു പുസ്തകമുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് തമിഴ് ഭാഷ പഠിച്ചതാണ്. പിന്നെ തമിഴ് ചാനൽ കാണാറുണ്ട്, തമിഴ് സിനിമ കാണാറുണ്ട്. അങ്ങനെ തമിഴ് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാണ്: വജ്രമീൻ കുളമ്പ്, മരവള്ളിക്കിഴങ്ങ് മത്തി ഡ്രൈ കുളമ്പ്, ക്യാബേജ് പൊരിയൽ, മാങ്ങ ഊറുകായ്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അമ്മ ഉണ്ട് അടുത്ത്. അമ്മ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേനോട് ഞാനിങ്ങനെ മറുപടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മധ്യാഹ്ന സാപ്പാടൊക്കെ കഴിച്ച് ഞാനും അമ്മയും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടയിൽ നിറയെ കുരുമുളകുണ്ട്, അത് ഉരിച്ചെടുക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഉരിച്ചെടുക്കണം. ആദ്യം ഭക്ഷണം കഴിച്ച ക്ഷീണം മാറട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കുരുമുളക് ഉരിച്ചെടുക്കാനുണ്ട്. പിന്നെ അമ്മയുടെ കോഴികൾ ഇതാ പറഞ്ഞാൽ കേൾക്കാത്ത കുറച്ച് കോഴിക്കുട്ടികളും ഉണ്ട്. അവരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ കോഴീൻ്റെ മേത്താണ് കയറിക്കണത്, പറഞ്ഞാൽ കേൾക്കൂലെന്ന് തന്നെ. ഏത് ജീവിയാണേലും ഉണ്ടാവില്ല പറഞ്ഞാൽ കേൾക്കാത്ത. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.